നമസ്കാരം. കണ്ണൂരിലെ ഉണ്ണിക്കണ്ണന്മാരും കാവിലെ പാട്ടുമത്സരവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കണ്ണൂരിൽ സംഘപരിവാറുകാരും മാർക്സിസ്റ്റുകാരും തമ്മിൽ വാശിയേറിയ കാവിലെ പാട്ടുമത്സരം. തൈപ്പറമ്പിൽ അശോകൻ്റെയും അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ്റെയും നേതൃത്വത്തിൽ നടന്ന പാട്ടുമത്സരത്തിൽ ഉണ്ണിക്കണ്ണന്മാർ ഇരുഭാഗത്തും അണിനിരന്നു. ജന്മാഷ്ടമി ദിനത്തിൽ ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയ്ക്കും ഉറിയടിക്കും മറുപടി ബാലസംഘത്തിൻ്റെ നമുക്ക് ജാതിയില്ല നമ്മളൊന്ന് സാംസ്കാരിക ഘോഷയാത്ര. ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞപ്പോൾ ഘോഷയാത്രയിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുതൽ ശ്രീകൃഷ്ണനും ബലരാമനും വരെ കളം നിറഞ്ഞു. കണ്ണൂർ ഒരു വൃന്ദാവനമായി. മുദ്രാവാക്യങ്ങളുടെ മുരളീരവം ഒഴുകി. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയും രാമായണ മാസാചരണവും ഒക്കെ മുൻകൈയെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ മാനസാന്തരം വാസ്തവത്തിൽ മാർക്സിൽ നിന്നും മഹർഷിയിലേക്കുള്ളൊരു പരിവർത്തനമാണ്. ഭഗവതി അടിയനിൽ അലിവോടി തിരികറിയണമേ പറമേളം ചെണ്ടച്ചെങ്കിൽ മരമണിക്കിണികിണി പലതാളം തക്കിടകിടതകത ചുമടുകളിൽ ഒരു ഞൊടിയുടെ വിലയരുത് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരമിനി അതിനരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമടയനു ഞാനതിരല്ലടവും കുന്നും മേലഞ്ചാറട്ടില്ലത്തലി പിടികടലുകൾ ഒരു തൂകുന്നിത്തൈ വെച്ചാരടോ ആ കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടയ്ക്കകൾ കായ്ച്ചു ചെണ്ടപ്പം മാങ്ങാ പഴം തൊലിയെടുതൊരു തൊലിയടിയിലൊരടി കുഴവി അമ്മ ഹോയ് ഹോയ് കുഴവിയിലെഴുപത് കിഴവികൾ അഴകൊടു ചറപറ ചറപറ ഇടിയിടിയോ ഈട്ടിച്ചും പീട്ടിക്കും വലിച്ചും തൊഴിച്ചും കറിക്കും നുറുക്കും ചെറുക്കാം ചതച്ചും മുരിച്ചും തോലിച്ചും കുരുമുളക് അരിപടി ഒരു പിടി വിതറിവിടും. ഇത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം. ആ ശ്രീകൃഷ്ണ ജയന്തി സഹാക്കന്മാരെല്ലാവരും പങ്കെടുക്കണം. അവർ ശ്രീകൃഷ്ണ നാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തെരുവിലൂടി പോകണം. അതിലൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ലല്ലോ, അതൊരു സംഘർഷത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. പക്ഷേ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി ഏറ്റുമുട്ടലിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ അന്തസ്സത്തെ വാസ്തവത്തിൽ നിന്ദിക്കലാണ്, ബലികഴിക്കലാണ്. ഭൂമി തുറന്ന് നീ അപ്പുറം വീടിൽ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളമ്പട കുഞ്ചാളി നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി ചൊട്ടച്ചാണി ദൂരം ചാടും കൊക്കോ കോഴിച്ചാത്തന് മാനം മുട്ടാൻ മോഹം കണസാ കുണസാ പറയാതടി വൈകൂവേ കണിച്ചം കെണിയും തകിടം മറിയും കൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് ഒങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയൊരു ചെത്തരമൊരു ജഗ മനസ്സിലുവേ മടിയിലുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ ചെറുതേ ഓടാ. അമ്പാടി മുക്കിൽ നിന്ന് പഴയ ഉണ്ണിക്കണ്ണന്മാർ ചെങ്കൊടി പിടിക്കാൻ എത്തിയത് മുതലാണ് CPM സഖാവ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ തന്നെ സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കി തുടങ്ങിയത്. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും പണ്ടും റോഡിൽ ഇറങ്ങിയിരുന്നു. പാർട്ടി ഗ്രാമങ്ങളിലെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഈ ദിവസം നിരാശരാവരുത്. പാട്ടുമത്സരം ഗംഭീരമായി നടക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് കേരള കോൺഗ്രസ് മുന്നണിയും വിട്ട് ഒറ്റയ്ക്ക് നീങ്ങി തുടങ്ങിയിട്ടും തിരുവല്ലയിൽ പൊടി അടങ്ങിയിട്ടില്ല. തിരുവല്ല മണ്ഡലത്തിൽ ജോസഫും പുതുശ്ശേരി തോറ്റതിൻ്റെ പേരിൽ പത്തനംതിട്ട ജില്ലയിൽ 3 യൂത്ത് ഫ്രണ്ടുകാരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. തിരുവല്ലയിലെ ഈ അപരാധത്തിനെതിരെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്ക് യൂത്ത് ഫ്രണ്ടുകാർ കടന്നുകയറി പ്രതിഷേധിച്ചു. എന്നിട്ടും കലിപ്പ് തീരാതെ
സ്ഥാപക ചെയർമാൻ KM ജോർജ് മുതൽ ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് വരെയുള്ളവരുടെ ഫോട്ടോ പടങ്ങൾ വെച്ച ചുവരിൽ നിന്ന് പുതുശ്ശേരിയുടെ പടം മാത്രം ഇളക്കി നിലത്തിട്ട് ചവിട്ടി അരച്ചു. വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു യോഗമാണ് നമ്മളിവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ വികാരപരമായി നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രയാസങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പാർട്ടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് UDF നിന്നും വേർതിരിച്ചുകൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് M പ്രത്യേക ബ്ലോക്കായി നിയമസഭയിലും കേരളത്തിലും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുവാൻ പാർട്ടി ചെറൽക്കുന്ന് ക്യാമ്പ് തീരുമാനമെടുത്തതിന്റെ പിന്നാലെ ഇങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടെ ഒരു വാർത്ത വന്നാണ് ഇങ്ങനെ ഒരു ഞങ്ങളെ 3 പേരെ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VR രാജേഷ്, ജില്ലാ പ്രസിഡന്റായ ഞാൻ, ബിനു കുരുൾ അടക്കം ഞങ്ങൾ 3 പേരെ പുറത്താക്കിയതായിട്ടുള്ള വാർത്ത, സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്ത വന്നത്. ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. കാരണം ഇത് ജോസഫ് പുതുശ്ശേരി ഈ കെട്ടിച്ചമച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ബോധപൂർവം സൃഷ്ടിക്കുന്ന നുണപ്രചരണമാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി യൂത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞുപിടിച്ച് സസ്പെൻഷൻ എടുക്കാനുള്ള നടപടി പുതുശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനു പിന്നിൽ ഈ പാർട്ടിയെ പിളർത്തുന്നതിനോ അല്ലെ പാർട്ടിയെ മറ്റു ചേരിലേക്ക് പാർട്ടിയിലെ ഒരു ഭാഗത്തെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മാത്രമേ ഞങ്ങൾ ഈ അവസരത്തിൽ കാണുകയുള്ളൂ. ഒരു മുന്നണിയുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നീങ്ങുന്ന പാർട്ടിയെ സംസ്ഥാനത്ത് ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ ജോസഫ് M പുതുശ്ശേരി ഇതൊന്നും അറിഞ്ഞതല്ല. പാർട്ടി കെട്ടിപ്പടുക്കാനും ചാനൽ ചർച്ചകളിൽ വിമർശകർക്ക് മറുപടി പറയാനും ശ്രദ്ധയൂന്നി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ഫ്രണ്ട് പിള്ളേരുടെ ഈ മാറിമായങ്ങൾ. ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ടിട്ടിരിക്കുന്ന തീരുമാനം ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള സംഘടനാപരമായ പരിപാടികൾ, മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനാപരമായ പരിപാടികളും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളും ഒക്കെയായി പാർട്ടി മുന്നോട്ട് പോകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ തുറന്ന് നിങ്ങളോട് മാധ്യമക്കാരായ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുകയാണ്, ഞങ്ങൾ ജോസഫ് പുതുശ്ശേരിക്ക് എതിർത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ആദ്യത്തെ 2006 വിക്ടർ ടി തോമസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ സാമീപിനെ റിബിൽ നിർത്തിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ജോസഫ് പുതുശ്ശേരിയാണ്. ഈ കല്ലൂപ്പാറ നിയോജകമണ്ഡലം കടഞ്ഞത് ജോസഫ് പുതുശ്ശേരിയാണ്. അത് നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല. അതിന് പകരം തിരുവല്ലയിൽ അദ്ദേഹം ചേക്കേറുവാൻ വേണ്ടിയിട്ട് ആ വിക്ടറിനെ തോൽപ്പിച്ച് അടുത്ത വർഷം മത്സരിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഗൂഢാലോചന. അതിൻ്റെ ആയിട്ടാണ് ബഹുമാനപ്പെട്ട സാമീപിനെ അവിടെ റിബലായിട്ട് മത്സരിപ്പിച്ച് 14,000 വോട്ട് അദ്ദേഹം പിടിച്ചു. വിക്ടർ ടി തോമസ് തോറ്റു. അന്ന് തൊട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങളുടെ ഒരു പിന്തുണ ആവശ്യമില്ല. അദ്ദേഹം മറ്റേതോ മായാലോകത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടത്. ഒരു യൂത്ത് ഫണ്ടുകാരുടെ സഹായമോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതൃത്വത്തിന് സഹായമോ അദ്ദേഹം ഇതൊരു ആവശ്യപ്പെട്ടാൽ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ എന്നിട്ട് പോലും ഒരു പാർട്ടി സ്നേഹിക്കുന്ന പ്രവർത്തകരെന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഈ ഇലക്ഷൻ്റെ അന്ന് വരെ പ്രവർത്തിച്ചു. ആ ജനങ്ങളെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിമുഖത്തിനേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞല്ലോ, വേദനയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് നന്മ ഭവിക്കണം എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതായാലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ഫോട്ടോ സ്വന്തം പാർട്ടി കുഞ്ഞുങ്ങൾ ചവിട്ടി അരയ്ക്കുന്നത് കാണാനുള്ള ഭാഗ്യം പുതുശ്ശേരിക്ക് ഉണ്ടായല്ലോ. മാണി സാറിനെ മുന്നണിയിൽ ചവിട്ടിക്കൂട്ടിയതിന് അപ്പുറമൊന്നുമല്ലല്ലോ ഇത് എന്ന് ആശ്വസിക്കുകയാണ് പുതുശ്ശേരി. എറണാകുളം ജില്ലയിൽ CPM-ഉം CPI-യും നേർക്കുനേർ. പാർട്ടി വിട്ടവരെയും പുറത്താക്കപ്പെട്ടവരെയും പരസ്പരം സ്വാഗതം ചെയ്താണ് പോർമുഖം തുറന്നിരിക്കുന്നത്.
പ്രൈവറ്റ് ബസ്സിൽ ആളെ വിളിച്ചു കയറ്റുന്നത് പോലെ എറണാകുളം ഉദയംപേരൂരിലെ വിമത സഖാക്കളെ CPIയിലേക്ക് സ്വാഗതം ചെയ്തത് CPMന് അത്ര പിടിച്ചില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും പാർട്ടി വിട്ടവരും കോൺഗ്രസിലോ BJPയിലോ ലീഗിലോ പോയാലും കുഴപ്പമില്ല, ചെങ്കൊടി പിടിക്കേണ്ട എന്നാണോ CPM നിലപാട് എന്നറിയില്ല. കാസർഗോഡ് അടുത്തിടെ CPMൽ നിന്ന് CPIയിലേക്ക് പോയവരും പറഞ്ഞത് മരിക്കുമ്പോൾ പുതയ്ക്കാൻ തങ്ങൾക്ക് ഒരു ചെങ്കൊടി വേണമെന്നാണ്. MV രാഘവനും TP ചന്ദ്രശേഖരനും CPM വിട്ടിട്ടും പിടിച്ചത് ചെങ്കൊടി തന്നെയാണല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ പങ്കെടുപ്പിച്ച് CPI CPMന്റെ ശക്തി കേന്ദ്രമായ ഉദയംപേരൂരിൽ നടത്തിയ ലയന സമ്മേളനത്തിന് മറുപടിയുമായി CPM രംഗത്തെത്തി. കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. വമ്പിച്ചാതായ വിൽപ്പനയും കടന്നു വരൂ കടന്നു വരൂ, നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. പിന്നെ ചേരേണ്ടടുത്ത് ചേരും. CPIMന്റെ നേതാക്കൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവരെയൊക്കെ പുറത്താക്കിയതാണ്. പക്ഷെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെ പുറത്താക്കാൻ കഴിയില്ല എന്ന് പുറത്താക്കപ്പെട്ട ആളുകളും പുറത്തുപോയി നിൽക്കുന്ന ആളുകളും നേരെ ചെല്ലാവുന്ന ഒരു പാർട്ടി കണ്ടെത്തി CPI. അവർക്ക് തീരുമാനിക്കുക ആരെടുക്കണമെന്നുള്ളത്. കോൺഗ്രസും ലീഗും BJPയും എടുക്കാത്ത ആളുകളെയും അവർക്കെടുക്കാൻ തീരുമാനിക്കാം. ഒരു ഗുണമുണ്ടായി, ഇവർ 5 പേര് CPI ചേർന്നപ്പോൾ 204 CPIക്കാര് മണ്ഡലം കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ നേരെ CPMലേക്ക് വന്നു. ഞങ്ങൾ വേറെ ആരെയും വിളിക്കുന്നില്ല. ഉറപ്പിച്ച് വിളിച്ചാൽ പിന്നെ നമുക്ക് ജില്ലയിൽ ഒരു ഘടകകക്ഷി ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് വിളിക്കാത്തത്. നമ്മൾ ഈ മുന്നണിയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ പാർട്ടി വേണമല്ലോ. വിളിച്ചോ എന്ന് ചിലർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇന്നലെ വിളിച്ചോ, ഒരു ഫോൺ മിസ്ഡ് കോൾ കണ്ടോ? ഞാൻ പറഞ്ഞു വിളിച്ചിട്ടില്ലല്ലോ. മിസ്ഡ് കോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ തോന്നിയതായിരിക്കും, ഇരിക്കട്ടെ. നമ്മൾ ഈ മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് ചേർക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ BJPയെ പോലെ. മിസ്ഡ് കോളിൽ ചേർക്കുന്നതാണോ എന്ന് വിളിച്ച് പല വിളിയും വരുന്നുണ്ട്. ഒറ്റ വിളി ഞങ്ങൾ കുറച്ച് ആളുകൾ ഒന്നിച്ച് വിളിച്ചാൽ പിന്നെ നമ്മൾ ഇടതുമുന്നണി എന്ന് പറഞ്ഞാൽ CPIയും മാത്രവും, പിന്നെ മറ്റു പാർട്ടികൾ. അതുകൊണ്ട് മാത്രം വിളിക്കാത്തത്. അത് ഞങ്ങളുടെ കുറവാണെങ്കിൽ ആ കുറവ് ഞങ്ങൾ മുന്നണിക്ക് വേണ്ടി ഒരു അംഗീകാരമായി കരുതുന്നു എന്ന് കണ്ടാൽ മതി. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. നയം വ്യക്തമാക്കി ബിന്ദു കൃഷ്ണ. അദ്ദേഹം തിരുപ്പതി കണ്ടിട്ടുണ്ടായില്ല, കാരണം അവരാരും അമ്പലത്തിൽ കയറത്തില്ലല്ലോ. ആവശ്യം വരുമ്പോൾ ഭാര്യമാരെയും മക്കളെയൊക്കെ ഒളിച്ച് അമ്പലത്തിൽ വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക്